ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മയ്യത്ത് നമസ്കാരവും അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, നമ്മൾ മയ്യത്ത് നമസ്കാരത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മരണപ്പെട്ട വ്യക്തിക്ക് പരലോകത്ത് ഗുണം ലഭിക്കുവാനും പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കർമ്മത്തെയാണ് എന്ത് പറയുന്നത്, മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമൂഹ്യ ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ ഫർദ് കിഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും അത് നിർവഹിച്ചാൽ എന്താവും, എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരെങ്കിലുമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഇനി ആരും നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതാണ് എന്ത് ഫർദ് കിഫ എന്ന് പറഞ്ഞാൽ. അപ്പൊ മയ്യത്ത് നമസ്കാരം ഫർദ് കിഫയാണ്. ഓരോരുത്തരും നമസ്കരിക്കേണ്ടത് നിർബന്ധ നമസ്കാരം അല്ല. ഓക്കെ, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 കാരണത്താൽ മയ്യത്ത് നമസ്കാരം നമുക്ക് അറിയാത്ത ആൾക്കാരത് പഠിച്ചെടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമസ്കരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ 2 ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, മരണപ്പെട്ട വ്യക്തി നമ്മളെ സ്വന്തക്കാര് അല്ലെ, നമ്മളെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പം അല്ലെങ്കിൽ ഇണകളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള കുടുംബക്കാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ആ ഒരു മരണപ്പെട്ട വ്യക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ആണിത് ചെയ്യേണ്ടത് ശരിക്കും. മരണപ്പെട്ട വ്യക്തിക്ക് അല്ലെ, മരണപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ഒരു യാത്രയ്ക്ക് അയക്കുകയാണ്. ഏറ്റവും അവസാനമായ യാത്രയയപ്പ്. ആ യാത്രയയപ്പില് ആ ഒരു മയ്യത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ആളോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. അവർക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ടവരെ യാത്ര അയക്കുന്ന സമയത്ത് നമ്മൾ വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യാൻ, ആ ഒരു ആൾക്ക് വേണ്ടി, ആ ഒരു മയ്യത്തിന് വേണ്ടി പരലോകത്ത് ഗുണം കിട്ടാനും പാപങ്ങൾ പൊറുക്കാനൊക്കെ നമ്മൾ വേണം പ്രാർത്ഥിക്കാൻ അല്ലേ. നമ്മൾ ഈ ഒരു നിർവഹിക്കാൻ പിന്നോക്കം നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മയ്യത്തിന്റെ ദുആ പഠിക്കാത്തതാണ്. മയ്യത്തിന്റെ ദുആ അറിയാത്തത് ഒരു കാരണമാണ്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സില് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മയ്യത്തിന്റെ ദുആയാണ്. മയ്യത്തിന്റെ ദുആയും അതിന്റെ അർത്ഥവും. അപ്പൊ നിങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ച് എന്ത് ചെയ്യുക, എല്ലാവരും അത് കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അത് നമ്മൾ പഠിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു അവസരം വന്നിട്ട് നമുക്ക് പഠിക്കാൻ കഴിയൂല അല്ലേ. മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയിച്ചൊരു കാര്യമല്ലല്ലോ അല്ലേ. നമ്മളെ വേണ്ടപ്പെട്ടവര് ഏത് സമയം നമ്മളും മരിക്കും അല്ലേ. അപ്പൊ നമ്മളെ വേണ്ടപ്പെട്ടവര് മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുക. എപ്പോഴാണോ നമുക്ക് അവസരം വരുന്നത് ആ ഒരു അവസരത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുക. അവസരം വന്നിട്ട് നമുക്ക് ആ സമയത്ത് പഠിച്ചെടുത്ത് ചെയ്യാൻ കഴിയൂല. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല നമ്മൾ. എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ അതിനെ പഠിച്ചു വെക്കണം. ഒരു കാരണം അതാണ്, നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവസാനത്തെ യാത്രയയപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യുക, അയാളുടെ പാപങ്ങൾ പൊറുക്കാനും ചെല്ലുന്ന ആൾക്ക് അവിടെ നന്മ ലഭിക്കാനും ഗുണം ലഭിക്കാനും പരലോകത്ത് ഗുണം ലഭിക്കാനുള്ള സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പർ 1 അതാണ്. ഇനി രണ്ടാമത്തത്, കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ, മയ്യത്ത് നമസ്കാരത്തിന് എത്ര സമയം വേണമെന്നുള്ളത് നമുക്കറിയാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർവ്വതം പോലെയുള്ള നന്മ അല്ലെങ്കിൽ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്, മയ്യത്ത് നമസ്കാരം എന്നുള്ളത് അല്ലെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പർവ്വതം പോലെയുള്ള പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു കർമ്മമാണ് എന്ത്, മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വല്ലവനും ഒരു മയ്യത്തിന് നമസ്കരിക്കുന്നത് വരെ ഹാജരായാൽ, എന്ന് പറഞ്ഞാൽ നമസ്കാരം വരെ ഹാജരായാൽ
അവനെന്തുണ്ട്, ഒരു ഖീറാത്ത് ഫലമുണ്ട്, ഖീറാത്ത്. ഇനി വല്ലവനും അതിനെ ഖബറടക്കുന്നത് വരെ, നമസ്കരിച്ച് ഖബറടക്കുന്നത് വരെ ഹാജരായാൽ അവൻ എന്തുണ്ട്, അവന് 2 ഖീറാത്ത്. ഖീറാത്ത് എന്നാൽ എന്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 പർവ്വതം പോലെ എന്നാണ്. 2 പർവ്വതം പോലെ, 2 വലിയ പർവ്വതം പോലെ. ഓക്കെ, 2 വലിയ. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിന് നമുക്ക് ആകെ ഉള്ളൊരു ടൈം തന്നെ ഇതൊന്നും, ഈ ഒരു ദുആ എന്ന് ബാക്കിയുള്ള എല്ലാം നമുക്കറിയുന്ന മയ്യത്തിന് എല്ലാവർക്കും, മയ്യത്ത് നമസ്കാരത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചിരിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഈ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ അറിയാത്തവരതൊന്ന് പഠിച്ചിരിക്കുകയും ചെയ്യുക, അത്രയേ വേണ്ടൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അർത്ഥം അറിഞ്ഞ് പഠിക്കുക, എങ്കിലേ നമ്മളെ ഈ ചോദ്യത്തിന് നമുക്ക് മനസ്സ് തട്ടി ചോദിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മളിത് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ 2 കാരണങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന്, നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ വേണ്ടപ്പെട്ടവരെ യാത്ര അയക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടവരെ യാത്ര അയക്കുക. രണ്ടാമത്തത്, ഇതുകൊണ്ട് നമ്മളും ഒരു ദിവസം ഈ ഒരു അവസ്ഥയിലെത്തും. എല്ലാവരും മരിക്കും. ഒരു സമയത്ത് നമ്മളും എത്തും ഈ ഒരു അവസ്ഥയിൽ. അത് എന്നാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ മരിക്കുന്നതിന്റെ മുന്നേ കുറഞ്ഞ സമയത്തിനുള്ള ഒരു കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ പർവ്വത സമാനമായ നന്മകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് പഠിക്കലും നമ്മളത് നിർവഹിക്കലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മൾ പഠിക്കുന്നത് മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമസ്കാരത്തിന്റെ സ്റ്റെപ്പിലോട്ട് ക്ലിയർ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഒന്ന് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുന്നതാണ് അല്ലാഹുമ്മ, അല്ലേ? വിശുദ്ധ ഖുർആനില് റബ്ബന പറഞ്ഞിട്ട് കുറെ ദുആണ്ട് അല്ലേ? റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബേ, റബ്ബി എന്റെ റബ്ബേ, അങ്ങനെ. അല്ലാഹുമ്മ അല്ലാഹുവേ. ഗഫിർ ലഹു എന്ന് പറഞ്ഞാല് നമ്മൾ കൂട്ടി പറയുന്ന സമയത്ത് അല്ലാഹുമ്മ ഗഫിർ, അല്ലാഹുമ്മ കഴിഞ്ഞിട്ട് ഗൈന്റെ സുക്കൂനിലോട്ട് വരും. അല്ലാഹുമ്മ ഗഫിർ. ഓക്കെ, നമ്മളിവിടെ കൂട്ടിയാണല്ലോ പറയാ. കൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും അത് യഗ്ഫിർ എന്ന് പറഞ്ഞാല് പൊറുക്കണേ എന്നുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ് പൊറുക്കണേ, ഗഫിർ. അപ്പൊ നമ്മൾ കൂട്ടി പറയാന്നത് കൊണ്ട് അല്ലാഹുമ്മ ഗഫിർ എന്ന് പറഞ്ഞാല് അല്ലാഹുവേ പൊറുക്കണേ. ആർക്ക്? ലഹു അവന്. ഇനി മരണപ്പെട്ട ആൾക്ക് ലഹു അവന്. ഇനി മരണപ്പെട്ടത് ആണാണെങ്കിലാണ് ലഹു. ഇനി അതൊരു സ്ത്രീ ആണെങ്കിലോ അഹായാവില്ല, ലഹ. ഓക്കെ, അല്ലാഹുമ്മ ഗഫിർ ലഹ. പുരുഷനാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു. ഇനി അടുത്തത് വർഹംഹു. ഗഫിർ എന്ന് പറഞ്ഞാല് പുറത്തു കൊടുക്കുക. ഇർഹം എന്ന് പറഞ്ഞാല് കരുണ ചെയ്യണേ. കരുണ ചെയ്യണേ. അപ്പൊ മുകളിലത്തെ ഇതിലേക്ക് കൂട്ടി പറയുന്നത് കൊണ്ടാണ് വർഹം. മുകളിലത്തേനെ ഗഫിർ എന്നുള്ളതിലേക്ക് നമ്മളിത് ഓരോന്നല്ലല്ലോ പറയുന്നത്, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി പോവല്ലേ. വാവ് ആൻഡ് ആണ്, പുറത്തു കൊടുക്കുകയും ആൻഡ്, വാവ് ആൻഡ്. വർഹംഹു അവന് കരുണ ചെയ്യണമേ, അവന് കരുണ ചെയ്യുകയും ചെയ്യണമേ എന്നാണ് മുകളിലത്തേക്ക് കൂട്ടി പറയുമ്പോ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ അവന് പുറത്തു കൊടുക്കണേ, അവന് കരുണ ചെയ്യണേ, പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യണേ. വആഫിഹി അവന് സൗഖ്യം നൽകണമേ. അപ്പോൾ വആഫിഹി എന്നുള്ളതിന് ഒരു മീനിങ്ങും കൂടിയുണ്ട്, അവന് സൗഖ്യം നൽകണേ, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് അതിന്. ഈ ലാസ്റ്റ് വരുന്ന ഹി ഒക്കെ എന്താണ്? അവനാണ്. വആഫിഹി. അപ്പൊ നമ്മള് സ്ത്രീകൾക്കാണെങ്കിൽ ആ ഹി കാണുന്നിടത്തൊക്കെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഹായാണ് ചേർക്കേണ്ടത്. ഓക്കെ, വആഫിഹ. പുരുഷനാണെങ്കിൽ വആഫിഹി. ഇനി അടുത്തത് വഅഫു അൻഹു. അവന്റെ തെറ്റുകളെ അവന് പുറത്തു കൊടുക്കണേ. അവന്റെ തെറ്റുകളെ എങ്ങനെ പുറത്തു കൊടുക്കണം? ഒന്നും തെറ്റുകളിലുള്ള യാതൊരു ഭാഗവും അവശേഷിപ്പിക്കാത്ത അതിന് മാച്ചു കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വഅഫു അൻഹു. തെറ്റുകളുടെ അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാത്ത രീതിയിൽ തെറ്റുകൾ മാച്ചു കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വഅഫു അൻഹു. ഓക്കെ, അടുത്തത് വഅക്കിരിം.
അക്രിം എന്ന് പറഞ്ഞാല് അവനെ ആദരിക്കണമേ. നുസ്ലഹു നുസ്ലഹു എന്ന് പറഞ്ഞാല് വിരുന്നൊരുക്കി. അപ്പൊ മൊത്തം പറയുമ്പം അക്രിം നുസ്ലഹു എന്ന് പറഞ്ഞാല് അവനെ വിരുന്നൊരുക്കി ആദരിക്കണമേ, അവനെ വിരുന്നൊരുക്കി ആദരിക്കണമേ. അതാണ് മൊത്തം. അപ്പൊ അവിടെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു. അല്ലാഹുവേ, നീ അവന് പുറത്തു കൊടുക്കുകയും അവനോട് കരുണ ചെയ്യുകയും ചെയ്യണേ, ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണേ, അവന്റെ തെറ്റുകൾ അവശേഷിപ്പിക്കാത്ത രീതിയിൽ അതിനെ മാച്ചു കളയണേ, അവന് വിരുന്നൊരുക്കി ആദരിക്കണമേ. ഈ ഒരു കാര്യങ്ങളാണ് അവൾ പറയുന്നത്. ഇനി അടുത്തത് വസ്യ എന്ന് പറഞ്ഞാല് വിശാലമാക്കുക, വിശാലമാക്കി എന്നാ വസ്യ. ഓക്കെ, അപ്പൊ വസ്യ എന്ന് പറഞ്ഞാല് വിശാലമാക്കണമേ എന്ന്, വിശാലമാക്കണേ, വിശാലമാക്കി കൊടുക്കണമേ. എന്ത്? മുദ്ഖലഹു എന്ന് പറഞ്ഞാല് അവന്റെ പ്രവേശന സ്ഥാനം, ഭൂമിന്ന് വിട്ടുപോയില്ലേ, ഭൂമി. വസ്യ മുദ്ഖലഹു എന്ന് പറഞ്ഞാല് അവന്റെ പ്രവേശന സ്ഥാനത്തെ വിശാലമാക്കി കൊടുക്കണമേ. വഗ്സിൽഹു, ഈ വാവൊക്കെ ആൻഡാണ്. ഈ വാവ് ഇപ്പൊ മോള് പറയുന്നുണ്ടല്ലോ, ആ കാര്യത്തിന്റെ കൂടെ ഇനി പറയുന്ന കാര്യങ്ങളും എന്ന് കൂട്ടി പറയാൻ വേണ്ടി ആൻഡാണ് ആ വാവൊക്ക. വഗ്സിൽഹു കഴുകുന്നതിനാണ് ഗസല, കഴുക. അപ്പൊ യഗ്സിൽഹു അവനെ കഴുകിക്കളയണമേ, അവനെ കഴുകിക്കളയണമേ. എന്തുകൊണ്ടൊക്കെ? ബിൽമായി, ബിൽമായി വെള്ളം കൊണ്ട്, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, ബി കൊണ്ട്, ബിൽമായി വെള്ളം കൊണ്ട്, വസ്സൽജി മഞ്ഞ് കൊണ്ട്, വസ്സൽജി ആദ്യം വെള്ളം കൊണ്ട് കഴുകിയല്ലോ, അതുകൊണ്ടാണ് വാവ് വന്നത്. ആൻഡ് വസ്സൽജി മഞ്ഞുകൊണ്ടും, വൽബറദി തണുത്ത വെള്ളം കൊണ്ടും, വൽബറദി തണുത്ത വെള്ളം കൊണ്ടും, വനഖിഹി അവനെ പരിശുദ്ധമാക്കണമേ, വനഖിഹി അവനെ പരിശുദ്ധമാക്കണമേ. മിനൽ ഖതായ, മിനൽ ഖതായ, മീൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഖതായ എന്ന് പറഞ്ഞാല് തെറ്റുകളിൽ നിന്നും. അപ്പൊ അവന്റെ തെറ്റുകളിൽ നിന്നും അവനെ നീ പരിശുദ്ധമാക്കണമേ, അവന്റെ തെറ്റുകളിൽ നിന്നും അവനെ പരിശുദ്ധമാക്കണമേ. എങ്ങനെ? കമ നഖൈത, കമ നഖൈത. ഈ കമ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്, ക പോലെ, എന്തുപോലെ? നഖൈത, നഖൈത എന്ന് പറഞ്ഞാല് ശുദ്ധിയാക്കാറുള്ളത് പോലെ. കമാ നഖൈത എന്ന് പറഞ്ഞാല് ശുദ്ധിയാക്കുന്നത് പോലെ. എങ്ങനെ? അസൗബുൽ അബിയദു, സൗബ് എന്ന് പറഞ്ഞാല് വസ്ത്രം, അബിയദു എന്ന് പറഞ്ഞാല് വെള്ള. അസൗബുൽ അബിയദു വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ. അതാണ് കമാ നഖസ്സൗബൽ അബിയദു വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ. മിനദ്ദനസി, മിനദ്ദനസി എന്ന് പറഞ്ഞാല് അഴുക്കിൽ നിന്നും. വ അബ്ദിൽഹു, വ അബ്ദിൽഹു എന്ന് പറഞ്ഞാൽ അവന് പകരം നൽകണമേ, അല്ലെങ്കിൽ അവന് ബദല് നൽകണമേ അല്ലെ, ബദല് നമ്മൾ പറയൂലേ, അതന്നെ. ദാറൻ, ദാറൻ എന്ന് പറഞ്ഞാൽ വീട്, ദാറൻ വീട്. ഖൈറം മിൻ ദാരിഹി, ദാറൻ ഖൈറം മിൻ ദാരിഹി എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിനേക്കാൾ നല്ല വീട്, ഭൂമിയിൽ അവനുള്ള വീട്ടിനേക്കാൾ നല്ല വീട്. വ അഹ്ലൻ, വ അഹ്ലൻ എന്ന് പറഞ്ഞാല് കുടുംബക്കാര്, കുടുംബം. ഖൈറം മിൻ അഹ്ലിഹി അവന് ഭൂമിയിലുള്ള കുടുംബക്കാരെക്കാൾ അല്ലെങ്കിൽ വീട്ടുകാരെക്കാൾ നല്ല വീട്ടുകാര്. പിന്നെന്താ കൊടുക്കേണ്ടത്? വസൗജൻ ഇണയെ, ഖൈറം മിൻ സൗജിഹി അവന്റെ ഇണയേക്കാൾ നല്ല, അവന് ഭൂമിയിലുള്ള ഇണയേക്കാൾ നല്ല ഇണയെ. അതാണ് വസൗജൻ ഖൈറം മിൻ സൗജിഹി, സൗജ് ഇണ. വ അദ്ഖിൽഹു, വ അദ്ഖിൽഹു എന്ന് പറഞ്ഞാൽ അവന് ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, പ്രവേശിച്ചു എന്നാണ് ദഖല. അപ്പൊ അദ്ഖിൽഹു ഇതെല്ലാം ഫിഅ്ല് അംർ എന്നറിയും, കൽപ്പന ക്രിയകളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുക ചെയ്യുന്നത്, ദുആ ചെയ്യല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ എന്തിനാണ്? ഫിഅ്ല് അംറിലാണുള്ളത്. അപ്പൊ അദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കണേ, അൽ ജന്നത സ്വർഗത്തിലേക്ക്. വ അഇദ്ഹു, വ അഇദ്ഹു എന്ന് പറഞ്ഞാല് അവന് നീ കാവൽ നൽകണേ. മിൻ അദാബിൽ ഖബർ, മിൻ അദാബിൽ ഖബർ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും. മിൻ അദാബിന്നാർ നരക ശിക്ഷയിൽ നിന്നും. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിലെ ശിക്ഷയിൽ നിന്നും അവന് കാവൽ നൽകുകയും ചെയ്യണേ എന്നാണ് ഈ ഒരു ദുആ.
ഈ ദുആയുടെ മീനിങ് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് തീർച്ചയായും നമ്മൾ അല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ നമ്മളെ സ്വന്തക്കാരെ യാത്ര അയക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ പഠിച്ച് പറയേണ്ട ഒരു ദുആയാണ്. അതേപോലെ തന്നെ നമ്മൾ മയ്യിത്ത് നമസ്കാരം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യവുമാണെന്നുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കാനും മയ്യത്തിനോട് കരുണ ചെയ്യാനും അതേപോലെ തന്നെ മയ്യത്തിന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെല്ലാം തെറ്റുകളൊന്നും അവശേഷിപ്പിക്കാത്ത മാച്ച് കളയാനും അതേപോലെ തന്നെ വിരുന്നൊരുക്കി ആദരിക്കാനും ഇയാളിനെ വിരുന്നൊരുക്കി ആദരിക്കാനും അയാളുടെ പ്രവേശന സ്ഥലത്തെ ഈ മരണപ്പെട്ട ആളുടെ പ്രവേശന സ്ഥലത്തെ എന്താക്കണം? വിശാലമാക്കി കൊടുക്കണേ. ഖബറിനെ വിശാലമാക്കുക. ഇദ്ദേഹത്തെ കഴുകി കളയണേ. എന്തൊക്കെ കൊണ്ടാണ് കഴുകേണ്ടത്? വെള്ളം കൊണ്ട്, മഞ്ഞ് കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട്. വനഖിഹി പരിശുദ്ധമാക്കണേ. മിനൽ ഖതായ എല്ലാ തെറ്റുകളിൽ നിന്നും. അപ്പൊ തെറ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കാനാണ് പറയുന്നത്. തെറ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കാൻ. പിന്നെ എങ്ങനെയാണ് തെറ്റ് കഴുകേണ്ടത്? തെറ്റുകളിൽ നിന്ന് കഴുകി എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? കമാ നഖൈത സൗബുൽ അബിയദു മിനദ്ദനസ്. അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രം എങ്ങനെയാണോ ശുദ്ധിയാക്കുന്നത് അതേപോലെ. ഇപ്പൊ ഇവിടെ വെള്ളവസ്ത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് വെള്ളവസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലെ. എന്തെങ്കിലും ഒരു ഇത്തി അഴുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ബാക്കിയുള്ള കളറുകളിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ഒരു ഇത്തിരി അഴുക്കുകൾ അവിടെ പറ്റി പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റൂല. പക്ഷെ വെള്ളവസ്ത്രമാണെങ്കിലോ അത് ശുദ്ധിയാണെങ്കിൽ അല്ലെ കംപ്ലീറ്റ് മാക്സിമം എല്ലാം പോയി കഴിഞ്ഞാലേ അത് ശുദ്ധിയാവുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അസ്സൗബുൽ അബിയദു മിനദ്ദനസി. പിന്നെ എന്ത് ചെയ്യണം? അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി. അവന് ഭൂമിയുള്ള വീടിനേക്കാൾ നല്ലൊരു വീട് കൊടുക്കണം. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. ഭൂമിയുള്ള കുടുംബത്തെക്കാൾ നല്ല കുടുംബത്തിനെയും. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അവന്റെ ഇണയേക്കാൾ നല്ല ഇണയെയും. എന്നിട്ട് എന്ത് ചെയ്യാം? വഅദ്ഖിൽഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ്, ദുആ ചെയ്യാണ്. വഅദ്ഖിൽഹുൽ ജന്നത എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഏത് ദുആയില്. അപ്പൊ ദുആയുടെ മീനിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും നിർബന്ധമായും പഠിച്ച് പറയേണ്ടുന്ന ഒരു ദുആയാണ്. അതേപോലെ തന്നെ നമ്മൾ നിർബന്ധമായും പ്രവർത്തിക്കേണ്ട ഒരു കർമ്മമാണ് എന്ത്? മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. അത് മയ്യത്തിന്റെ ദുആ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി അല്ലേ. അതേപോലെ തന്നെ വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അപ്പൊ നമ്മള് ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് അല്ലേ. നമ്മളെ ഉച്ചവരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്നതാണ്. നമ്മൾ ഇണകളാണെങ്കിൽ നമ്മൾ ഈ ദുആ ആണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു യുക്തി എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ പറയുന്നത് വഅബ്ദിൽഹു ദാറൻ വീടിന് ഖൈറൻ മിൻ ദാരിഹി. അപ്പൊ ഭൂമിയിലുള്ള വീട്ടിനേക്കാൾ നല്ല വീടിന് അദ്ദേഹത്തിന് പകരം കൊടുക്കണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നത്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലുള്ള വീട് അതത്ര തന്നെ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടതായിരിക്കില്ല. അവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ വീട് എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ആണെങ്കിലും അതൊരു എന്നുമുള്ള ഒരു വീടല്ല അല്ലേ. നമ്മളെ വീട് എന്താണ്? ഒരു താൽക്കാലിക സത്രമാണ്. ഭൂമിയുള്ള വീട് എന്നുള്ളത് നമുക്ക് താൽക്കാലികമായിട്ട് തങ്ങാനുള്ള ഒരു സത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് നശിച്ചു പോവുകയും ചെയ്യും. കാലക്രമേണ പഴയതാവുകയും നശിച്ചു പോവുകയും ചെയ്യും. സത്യവിശ്വാസികൾ മരണത്തോടുകൂടി ദാറുൽ ബർസഖിലേക്ക് പ്രവേശിക്കും. എല്ലാവരും പ്രവേശിക്കും. പക്ഷെ അവിടെ സത്യവിശ്വാസികൾക്ക് എന്താണ്? സത്യവിശ്വാസികൾ മരണത്തോടുകൂടി സ്വർഗാനുഭൂതികളിലേക്കാണ് പ്രവേശിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇണയേക്കാൾ നല്ല ഇണ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഭംഗിയിലും സ്വഭാവ ഗുണത്തിലും. ഇവിടെ എത്ര തന്നെ ഭംഗി ഉണ്ടായാലും അതെന്താവും? കുറച്ച് പ്രായം ആകുന്ന സമയത്ത് ആ ഭംഗികളൊക്കെ നശിച്ചു പോകും. അതേപോലെ തന്നെ സ്വഭാവം എന്ന് പറയുന്നത് എത്ര നല്ല ആൾക്കാരായാലും ചെറിയ ചെറിയ സ്വഭാവ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പൊ അതൊന്നുമില്ലാത്ത സ്വർഗത്തില് ഉള്ള ഇണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഇണകൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഭൂമിയിലുള്ള ഇണകളെ സത്യവിശ്വാസികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വർഗത്തിലും അവർക്ക് ആ ഇണയെ തന്നെ ലഭിക്കും. പക്ഷെ ഈ ഒരു പോരായ്മകളൊക്കെ നികത്തിയും കൊണ്ട് അല്ലെങ്കിൽ ഭംഗിയിൽ
ഏറ്റവും കൂടുതൽ ഭംഗി വരുത്തിയും അതേപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവ ഗുണത്തിലുമായിരിക്കും അവരുണ്ടാകുക. അതാണ് അങ്ങനെ പറയാൻ കാര്യം. പിന്നെ ഇവിടെ പറയുന്നില്ലേ വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി. അപ്പൊ നമ്മള് മയ്യത്തിനെ നന്നായിട്ട് കുളിപ്പിച്ചില്ല, എല്ലാ അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മയ്യത്തിനൊക്കെ എടുത്ത് എന്നിട്ടാണല്ലോ നമ്മൾ നമസ്കരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, വഗ്സിൽഹു കഴുകിക്കളയണമേ, ബിൽമാഇ വെള്ളം കൊണ്ട്, വസ്സൽജി മഞ്ഞ് കൊണ്ട്, വൽബറദി തണുത്ത വെള്ളം കൊണ്ട്. അപ്പൊ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തെറ്റുകളും പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തെറ്റുകളും പാപങ്ങളും കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് കടുത്ത ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് തെറ്റുകൾക്കുള്ള ശിക്ഷ ചൂടുള്ളതാണ്. തെറ്റുകൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകശിക്ഷയാണല്ലോ, അതും ചൂടുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഹൃദയത്തിനെ തണുപ്പിക്കാനാണ് ഇവ കൊണ്ട് കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നത് ആ ഒരു മയ്യത്തിന്റെ ഹൃദയത്തിനെ തണുപ്പിക്കാനാണ് ഇവ കൊണ്ട് കഴുകുന്നത്. അപ്പൊ ഇത് വിശദീകരണമൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വിശദീകരണങ്ങളാണ്. മയ്യത്ത് നമസ്കാരത്തിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4 തക്ബീറുകളാണ് മയ്യത്ത് നമസ്കാരത്തിനുള്ളത്. അതിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ സൂറ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നാമത്തെ തക്ബീറിന് ശേഷം പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ തക്ബീറിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക. നാലാമത്തെ തക്ബീറിന് ശേഷം മറ്റൊരു ദുആയും കൂടി ചൊല്ലുക. പിന്നെ സലാം വീട്ടുക. ഇത്രയുമാണ് മയ്യിത്ത് നമസ്കാരത്തിന്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ എല്ലാ നമസ്കാരത്തിലെയും പോലെ തന്നെ മയ്യിത്ത് നമസ്കാരത്തിലും വുളൂ, ഖിബലക്ക് നേരെ നിൽക്കൽ, നിയ്യത്ത് എന്നിവ പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജമാഅത്തായിട്ടാണ് മയ്യിത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്. ജനങ്ങൾ ഇമാമിനു പിന്നിൽ സ്വഫുകളായി നിൽക്കുക. ഇനി ഒരാൾ മാത്രമേ ഉള്ളുവെങ്കിലും അയാൾ ഒറ്റയ്ക്ക് മയ്യിത്ത് നമസ്കരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 4 തക്ബീറുകളാണ് മയ്യിത്ത് നമസ്കാരത്തിനുള്ളത്. ഓരോ തക്ബീറിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമസ്കരിക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ 2 കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്തിയ ശേഷം നെഞ്ചുകളിൽ വെക്കുക. സാധാരണ നമ്മൾ കൈകെട്ടുന്ന മാതിരി കൈകെട്ടുക. അതേപോലെ തന്നെ മയ്യിത്ത് നമസ്കാരത്തിന് എന്തില്ല, സുജൂദോ റുക്കുവോ ഇല്ല. പുരുഷന്റെ മയ്യത്താണെങ്കിൽ നമസ്കാര സമയത്ത് ഇമാം നിൽക്കേണ്ടത് മയ്യത്തിന്റെ തലഭാഗത്ത് ചേർന്നിട്ടാണ് നിൽക്കേണ്ടത്. സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ ഇമാം മയ്യത്തിന്റെ മധ്യഭാഗത്ത് ചേർന്നുമാണ് നിൽക്കേണ്ടത്. അതാണ് ഇമാമിന്റെ സ്ഥാനം, അതാണ് ഇമാം നിൽക്കേണ്ട സ്ഥലം. പുരുഷന്റെ മയ്യത്താണെങ്കിൽ മയ്യത്തിന്റെ തലഭാഗത്തും സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ മയ്യത്തിന്റെ നടുഭാഗത്തുമാണ് നിൽക്കേണ്ടത്. നമ്മൾ കണ്ട് 4 തക്ബീറാണുള്ളത്. അപ്പോൾ 4 തക്ബീറിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ കൈകെട്ടും. സാധാരണ നമസ്കാരത്തിനത് പോലെ കൈകെട്ടിയിട്ട് ഒന്നാമത്തെ തക്ബീറിന് ശേഷം പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. കൂടുതൽ വിശദീകരണമൊന്നുമില്ല, അതിന്റെ അർത്ഥങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കിപ്പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിന്റെ മീനിങ് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാല് സ്തുതി അള്ളാഹുവിന് മാത്രമാണ്. റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാല് ലോകങ്ങളുടെ രക്ഷിതാവായ സർവ ലോക പരിപാലകനായ അള്ളാഹുവിന്. മൊത്തം എല്ലാ സ്തുതികളും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. അടുത്തായിട്ട് അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ, അർ-റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. പരമകാരുണ്യകനും കരുണാനിധിയുമായ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാല് പ്രതിഫല ദിവസം. മൊത്തം പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയാണ് പറയുന്നത്. അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാല് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
ഇയ്യാക നഅബുദു, ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം, നഅബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അടുത്തത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല് ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ, അല്ലെങ്കിൽ നേർമാർഗത്തിലേക്ക് ആക്കണമേ, വഴി കാണിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, വലദ്ദാല്ലീൻ പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ, കോപത്തിന് ഇരയായവരുടെയും പിഴച്ചു പോയവരുടെയും മാർഗത്തിലുമല്ല. കോപത്തിന് ഇരയായവരുടെയും പിഴച്ചു പോയവരുടെയും മാർഗത്തിലല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു മീനിങ് മാത്രമാണ്. അപ്പൊ തുടർന്ന് രണ്ടാമത്തെ തക്ബീർ ചൊല്ലി കൈകൾ മുകളിൽ പറഞ്ഞതുപോലെ അഴിച്ചു കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ സ്വലാത്തിന്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അല്ലാഹുമ്മ, നമുക്കത് അല്ലാഹുമ്മ. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചിട്ടാണല്ലോ പറയുക. അപ്പോൾ ചില ദുആകളിൽ നമുക്ക് കേട്ടിട്ടുണ്ട് റബ്ബന ഞങ്ങളുടെ റബ്ബേ, റബ്ബി എൻ്റെ റബ്ബേ. അതേപോലെ തന്നെ അല്ലാഹുമ്മ, ഇതിൽ അല്ലാഹുമ്മ അല്ലാഹുവേ. സ്വല്ലി, സ്വല്ലി എന്ന് പറഞ്ഞാൽ നീ രക്ഷയും സമാധാനവും ചൊരിയണേ. സ്വല്ലി എന്ന് പറഞ്ഞാൽ രക്ഷയും സമാധാനവും ചൊരിയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ് നീ രക്ഷയും സമാധാനവും ചൊരിയണേ. അല മേൽ മുഹമ്മദിൻ, അല മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പൊ അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദിൻ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ രക്ഷയും സമാധാനവും ചൊരിയണേ. പിന്നെ ആർക്ക്? വ ആൻഡ് വ വ അല, വ അല എന്ന് പറഞ്ഞാൽ മേൽ, വ അല ആലി, ആലി എന്ന് പറഞ്ഞാൽ കുടുംബം, ആലി മുഹമ്മദിൻ, വ അല ആലി മുഹമ്മദിൻ, വ അല ആലി മുഹമ്മദിൻ. ഇവിടെ ആലി കുടുംബം, വ അല ആലി മുഹമ്മദിൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലും. കമാ, ക എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം, ക പോലെ, മാ യാതൊന്ന്. അപ്പൊ കമ പോലെ, ഒന്നിച്ച് നമുക്ക് പോലെ എന്ന് പറയാം. കമ സ്വല്ലൈത, കമ സ്വല്ലൈത, കമ സ്വല്ലൈത എന്ന് പറഞ്ഞാൽ നീ രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ. ഇവിടെ സ്വല്ല പറഞ്ഞില്ലേ, രക്ഷയും സമാധാനവും ചൊരിയാനാണ് പറഞ്ഞത്. ഏതുപോലെ? കമ പോലെ, സ്വല്ലൈത നീ രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ. ആർക്ക്? അല ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്. അല ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്. വ അല ആലി ഇബ്രാഹിം, ആലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചില്ല, കുടുംബങ്ങൾ. വ അല, വ ആൻഡ്, വ അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനും. അപ്പൊ ഇവിടെ മൊത്തം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ രക്ഷയും സമാധാനവും ചൊരിയണേ. ഏതുപോലെ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മേൽ രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിനും കുടുംബത്തിനും രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ രക്ഷയും സമാധാനവും ചൊരിയണേ. അതാണ് ഒന്നാമത്തെ പാർട്ട്. അതിന്റെ കൂടെ തന്നെ ഇന്നക, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ക നീ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ് ഇന്നക തീർച്ചയായും നീ, ഹമീദും മജീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്, മജീദാണ്. അപ്പൊ ഹമീദ് എന്ന് പറഞ്ഞാല് സ്തുതിക്കപ്പെടുന്നവൻ,
സ്തുതിക്ക് അർഹതയുള്ളവൻ. മജീദ് എന്ന് പറഞ്ഞാൽ അതിമഹത്വമുള്ളവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ് ഇന്നക, തീർച്ചയായും നീ ഹമീദും മജീദ്, സ്തുതിക്കപ്പെടുന്നവനും അതിമഹത്വമുള്ളവനുമാണ്. അങ്ങനെ ഒരു പാട്ട്. പിന്നെ രണ്ടാമത് അല്ലാഹുമ്മ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അല്ലാഹുമ്മ, അല്ലാഹുവേ. ബാരിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അനുഗ്രഹം ചൊരിയണമേ, അല്ലെങ്കിൽ അനുഗ്രഹിക്കണമേ. നീ ബർക്കത്ത് ചൊരിയണേ. ബാരിക്, അല്ലാഹുമ്മ ബാരിക്, നീ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ നീ ബർക്കത്ത് ചൊരിയണേ. അലാ മുഹമ്മദിൻ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. വ ആൻഡ് അല മേൽ, ആരെ? ആലി മുഹമ്മദിൻ, വാല ആലി മുഹമ്മദിൻ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലും. ഇവിടെയും കമാ എന്ന് പറഞ്ഞാൽ പോലെ. ഏതുപോലെ? ബാരക്ത, നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ, അല്ലെങ്കിൽ നീ അനുഗ്രഹിച്ചതുപോലെ. ബാരക്ത, നീ കമാ എന്ന് പറഞ്ഞാൽ പോലെ, ബാരക്ത നീ അനുഗ്രഹം ചൊരിഞ്ഞു. അപ്പൊ രണ്ടും കൂടി പറയുമ്പോൾ കമാ ബാരക്ത എന്ന് പറഞ്ഞാല് നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ. അല ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിനും മേൽ. വ ആൻഡ് അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ മേലിലും. അപ്പോൾ രണ്ടാമത്തേൽ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മേലിൽ നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ, അല്ലെങ്കിൽ അനുഗ്രഹിച്ചതുപോലെ. നീ ആരെയും അനുഗ്രഹിക്കണം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തിന്റെയും മേല് നീ ബർക്കത്ത് ചൊരിയണേ, അല്ലെങ്കിൽ നീ അനുഗ്രഹിക്കണമേ എന്നാണ് രണ്ടാമത്തെ പാർട്ട്. പിന്നെ അവസാനം ഇന്നക ഹമീദും മജീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ് ഇന്നക, തീർച്ചയായും നീ ഹമീദും മജീദ്, നീ സ്തുത്യർഹനാണ്, അത്യധികം മഹത്വമുള്ളവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ് നീ ഹമീദാണ്, അല്ലെങ്കിൽ സ്തുതിക്കപ്പെടുന്നവനാണ്, മജീദാണ്, എന്താണ്? അത്യധികം മഹത്വമുള്ളവനുമാണ് എന്നാണ്. എങ്ങനെയാണ് ഈ ഒരു സ്വലാത്തിന്റെ മീനിങ്? അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും കുടുംബത്തിന്റെ മേല് രക്ഷയും സമാധാനവും ചൊരിയണമേ എന്നും, രണ്ടാമത്തെ ഭാഗത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മേല് നീ ബർക്കത്ത് ചെയ്തതുപോലെ, അല്ലെങ്കിൽ അനുഗ്രഹിച്ചതുപോലെ നീ ആരെയും അനുഗ്രഹിക്കണേന്ന? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കുടുംബത്തിനെയും നീ അനുഗ്രഹിക്കണമേ. അതാണ് ഈ ഒരു സ്വലാത്തിന്റെ മീനിങ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മള് എല്ലാ നമസ്കാരത്തിലെ അത്തയ്യാത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്വലാത്താണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മീനിങ് ശരിക്കും പഠിച്ചു വെച്ചാൽ നമുക്കതിന്റെ അർത്ഥത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യാം. നമ്മൾ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുന്നത് എന്താ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടും. പറയുന്ന എന്താണെന്നുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലില്ലേ. നമുക്കൊരു മൂന്നാമത്തെ സ്റ്റെപ്പിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തക്ബീർ ചൊല്ലി കൈകൾ അഴിച്ചു കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ചൊല്ലുക. മയ്യത്തിൻ്റെ ദുആ നമ്മൾ വിശദീകരിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ദുആയാണ് ഇത്. അത് ഒന്നാമത്തെ തക്ബീറിൽ ഈ ദുആയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും എന്ത് ചെയ്യുക? നാലാമത്തെ തക്ബീർ ചൊല്ലി കൈകൾ മുകളിൽ പറഞ്ഞതുപോലെ അഴിച്ചു കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? വേറൊരു ദുആയും കൂടിയാണ്. നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള ഒരു ദുആയാണ് അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു. അതിന്റെ മീനിങ് അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു, അജ്റു എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അപ്പോൾ അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയല്ലേ. അല്ലാഹുവേ, ഇതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുതേ. വലാ തഫ്തിന്ന ബഅദഹു, ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ നാശത്തിലാക്കരുതേ. ബഅദ എന്ന് പറഞ്ഞാൽ ബഅദ ശേഷം, ഹു അദ്ദേഹം, പിന്നെ തഫ്ന, വലാ തഫ്തിന്ന ബഅദഹു. രണ്ടാമത്തെ തക്ബീറിലെ ദുആ ചൊല്ലി കഴിഞ്ഞിട്ട് സലാം വിട്ടുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വിട്ടുക. ഒരു സലാം കൊണ്ട് മാത്രം നമസ്കാരത്തിൽ നിന്ന് വിരമിക്കലാണ് സുന്നത്ത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ചപ്പോൾ 4
തക്ബീർ ചൊല്ലുകയും ഒരു സലാം വീട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഒരു സലാം വീട്ടുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ പൂർണ്ണരൂപം. ഇതാണ് സ്ത്രീകളുടെ മയ്യത്ത് നമസ്കാരത്തെ പറ്റി ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടില് ഒരു മരണം സംഭവിക്കുമ്പോൾ അധിക സ്ഥലങ്ങളിൽ എന്തില്ല, മയ്യത്തിന് വേണ്ടി മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളോ അല്ലാത്തവരോ ആയ സ്ത്രീകൾ നമസ്കരിക്കുന്ന രീതി കാണാറില്ല. ആണല്ലേ? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവം അങ്ങനെ തന്നെയല്ലേ? പ്രധാനമായും 3 കാരണങ്ങളാലാണ് മയ്യത്തിന് വേണ്ടി സ്ത്രീകൾ നമസ്കരിക്കാത്തത്. അതിലൊന്ന് താല്പര്യമില്ലായ്മ. ഇത്തരം ആളുകൾ സ്ത്രീകൾ എന്ത് ചെയ്യും, ദിനേനയുള്ള 5 നേരത്തെ നിർബന്ധ നമസ്കാരം പോലും നിർവഹിക്കാത്തവരാണ്. അപ്പൊ അവര് മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൽ, മയ്യത്ത് നമസ്കാരം നിർവഹിക്കൽ തുടങ്ങി മയ്യത്തിന് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയേ ഇല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫലത്തില് ആയിപ്പോയി എന്ന് പറഞ്ഞാല്, ഗഫലിങ്ങള് അശ്രദ്ധരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാര്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയോ ദീനിനെ പറ്റിയൊന്നും ചിന്തയില്ലാതെ അശ്രദ്ധമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാര്. അപ്പൊ നമ്മള് സമൂഹത്തില് ഒരുപാട് ആൾക്കാരിലെ കൂടുതൽ ആൾക്കാരും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അറിവില്ലായ്മ. അപ്പോൾ ദീനിയായ അവസ്ഥയിലാണെങ്കിലും സ്ത്രീകൾ മയ്യത്തിന് വേണ്ടി നമസ്കാരം നിർവഹിക്കാമോ എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരായിരിക്കും. അപ്പം ചില സ്ത്രീകള് അറിയാണ്ട് അറിവില്ലായ്മ കൊണ്ട് എന്തുണ്ടാവും, മയ്യത്ത് നമസ്കാരം നിർവഹിക്കാത്ത ആളുകളുണ്ടാവും. മൂന്നാമത്തത് തെറ്റിദ്ധാരണ. മയ്യത്തിന് വേണ്ടി സ്ത്രീകൾ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നാണ് ഇത്തരം ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ മയ്യത്തിന് വേണ്ടി സ്ത്രീകൾ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്ന് ചില സ്ഥലങ്ങളിൽ ചില പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ആണായാലും പെണ്ണായാലും ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേർതിരിവ് കാണിക്കാതെ സ്വീകരിക്കുന്നതാണ്. ഇന്ന കാര്യം സ്ത്രീകൾ ചെയ്യാൻ പാടില്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലെങ്കിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പ്രത്യേകമായി പഠിപ്പിച്ചിരിക്കും. അപ്പൊ നമ്മൾ നോക്കാം, നമുക്ക് പ്രതിഫലം തരേണ്ടത് ഈ പറയുന്ന ആൾക്കാർ, അഭിപ്രായം പറയുന്ന ആൾക്കാരോ ആരുമല്ല. ആരാണ് നമുക്ക് പ്രതിഫലം തരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ കാര്യത്തെ പറ്റി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരു കാര്യം, ഒരു കർമ്മം, ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത്. അപ്പോ സൂറത്തുൽ ആലി ഇമ്രാനില് 195 ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ ബഅദുകും മിൻ ബഅദ്. അപ്പൊ അങ്ങനെ പറഞ്ഞാല് ഫസ്തജാബ ലഹും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്. അത് തൊട്ട് മുന്നേയുള്ള ആയകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആയയാണിത്. അതാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഫസ്തജാബ ലഹും അന്നി, തീർച്ചയായും നാം ലാ ഉദീഉ എന്ന് പറഞ്ഞാല് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാക്കുകയില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയില്ല. അമല് പ്രവർത്തനങ്ങൾ, ആമിലിൻ പ്രവർത്തിക്കുന്നവരുടെ, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ ദക്കരിൻ ഔ ഉൻസ ആണായാലും പെണ്ണായാലും. അപ്പൊ അതാണ് നമ്മുടെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഏത് സൽക്കർമ്മം കണ്ടാലും സ്ത്രീകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരുന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് സൽക്കർമ്മത്തിൽപ്പെട്ട എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രതിഫലം തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഓക്കെ. അതേപോലെ തന്നെ സൂറത്തു നിസാഇന്റെ 124 ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുസ്ലമൂന നഖീറ എന്ന് പറഞ്ഞാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുന്നതല്ല.
അപ്പൊ ഈ ഒരു പറഞ്ഞ 2 ആയയിൽ നിന്നും നമുക്ക് മനസ്സിലായി സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ആണായാലും പെണ്ണായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം തരും. ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്തൊരു ഹദീസിൽ ഉമൈർ ബിനു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വൽഹ വിളിച്ചു വരുത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ വെച്ച് തന്നെ പരേതനു വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചു. അപ്പോൾ അബൂ ത്വൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് പിന്നിലും അദ്ദേഹത്തിന്റെ പത്നി ഉമ്മു സുലൈം അബൂ ത്വൽഹയുടെ പിന്നിലും ആയിക്കൊണ്ടായിരുന്നു നമസ്കരിച്ചത്. അപ്പോൾ അവരോടൊപ്പം മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ സുന്നത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാണ്ട് പറയാം സ്ത്രീകൾക്ക് മയ്യിത്ത് നമസ്കാരം നിർവഹിക്കാമെന്ന്. സ്ത്രീകളെ ജനാസ നമസ്കാരത്തിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള യാതൊരു തെളിവുകളും ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മയ്യിത്ത് നമസ്കാരം അനുവദനീയമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. അത് അവർക്ക് പുരുഷന്മാരുടെ ജമാഅത്തിൽ പങ്കെടുത്ത് നിർവഹിക്കുകയോ അതല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ ഇമാമായി നിന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കുകയോ അതുമല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിർവഹിക്കുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ വീട്ടിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും ഇത് നിർവഹിക്കാം. അപ്പോൾ സത്യവിശ്വാസികളെ, നമ്മുടെ മാതാവോ പിതാവോ ഭർത്താവോ മക്കളോ മരണപ്പെട്ടാൽ അവരുടെ മയ്യിത്ത് നമസ്കാരം നാം നിർവഹിക്കണം. ഒരാൾ മാത്രമേ ഉള്ളുവെങ്കിൽ കൂടി അത് നാം നിർവഹിക്കണം. അതിനുവേണ്ടി സംവിധാനമൊരുക്കാൻ നാം ആവശ്യപ്പെടണം. ധാരാളം പുരുഷന്മാർ ആ മയ്യിത്തിന് വേണ്ടി നമസ്കരിക്കുന്നുണ്ടെങ്കിലും ശരി, മയ്യിത്ത് നമസ്കാരം നിർവഹിക്കുന്നവർ മയ്യിത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യുന്നവരാണ്. അപ്പോൾ മയ്യിത്തിന്റെ പാപമോചനത്തിനും നരകമുക്തിക്കും അതേപോലെ തന്നെ സ്വർഗപ്രവേശനത്തിനും വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ സുവർണ അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പാഴാക്കി കളയരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൽപ്രവർത്തികൾ ഏതാണോ എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.